ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ കുറേ പ്രോഗ്രാംസ് എഴുതി നമ്പേഴ്സ് സ്റ്റോർ ചെയ്തു എല്ലാം നമ്മൾ ഹാർഡ് കോഡ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ സംടൈംസ് നമുക്കൊരു ഡോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ യൂസറെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഫ്ലട്ടർ ഒന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ഫോം ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് യൂസറെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? ഇൻപുട്ട് കളക്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, യൂസറോട് നമ്മൾ എൻ്റർ എ നമ്പർ എൻ്റർ എൻ ഏജ്, അപ്പോൾ ഇയാൾക്ക് കീബോർഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം? നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റണം. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡാർട്ടിൽ പാക്കേജ് ഉപയോഗിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ലൈബ്രറി, നിങ്ങൾക്കൊരു ഡാർട്ട് പാക്കേജ് ഉപയോഗിക്കാം യൂസർ ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ദിസ് ഈസ് കമ്മിങ് വിത്ത് ഓർ ഷിപ്ഡ് വിത്ത് യുവർ ഡാർട്ട് എസ് ഡി കെയുടെ കൂടെ വരുന്ന പാക്കേജുകളാണ്. അപ്പോൾ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പാക്കേജാണ് വേണ്ടത്, ഡാർട്ട് എന്നുള്ള ഡാർട്ടിലെ IO പാക്കേജാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത്. ഇതിനകത്താണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷണാലിറ്റികൾക്ക് വേണ്ടിയുള്ള, എസ്പെഷ്യലി കീബോർഡ് ഇൻപുട്ടൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഇതിനകത്താണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിന്റ് യൂസറോട് നെയിം എൻ്റർ ചെയ്യാൻ പറയണം, എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ദിസ് വിൽ പ്രോംപ്റ്റ്. ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യു വിൽ ഗെറ്റ് എ പ്രോംപ്റ്റ് ഹിയർ ലൈക്ക് ദിസ്. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആൻഡ് എൻ്റർ യുവർ ഏജ്. നൗ ദിസ് പ്രോഗ്രാം എൻഡ് ആയി, ബിക്കോസ് എൻ്റെ താഴത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാം എൻഡ് ആയി. പക്ഷേ നമുക്ക് ഇയാൾ എൻ്റർ ചെയ്ത കാര്യം എന്ത് ചെയ്യണം? യു നീഡ് ടു സ്റ്റോർ സംവെയർ. സോ ഐ ക്യാൻ ക്രിയേറ്റ് എ വേരിയബിൾ സ്ട്രിംഗ് നെയിം ഈക്വൽ ടു, ആൻഡ് ദിസ് ഇസ് എ വേ യു ക്യാൻ അക്സെപ്റ്റ് യുവർ കീബോർഡ് ഇൻപുട്ട്. stdin.readLineSync എന്ന് ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കീബോർഡിൽ നിന്നും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ സ്ട്രിങ് എവിടെ സ്റ്റോർ ആവും? നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആവും. ആൻഡ് ലെറ്റ് മീ പ്രിന്റ് ദാറ്റ് നെയിം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ എൻ്റർ ചെയ്ത വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യണം. ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടെ വന്നിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു. ഐ എം ഗോയിങ് ടു എൻ്റർ മൈ നെയിം. നൗ യു ഗോട്ട് ഹലോ ജോബിൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു അക്സെപ്റ്റ് കീബോർഡ് ഇൻപുട്ട്. കീബോർഡ് ഇൻപുട്ട് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് സ്ട്രിങ് ആണ്. റിമെമ്പർ, കീബോർഡിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാതും എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. ആൻഡ് യു നോ ഹൗ ടു ചെക്ക് ദ ടൈപ്പ് ഓഫ് സംതിങ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് വാട്ട് ഈസ് ദ വേരിയബിൾ നെയിം? ആൻഡ് യുവർ വേരിയബിൾ നെയിം ഈസ് നെയിം. സോ ഐ ക്യാൻ ഹാവ് നെയിം ഡോട്ട് റൺ ടൈം ടൈപ്പ്. നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇസ് എ ഗെറ്റർ. ആൻഡ് ഗെറ്റർ എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഗെറ്ററും സെറ്ററും ഒക്കെ. പക്ഷേ ഓൾറെഡി നിങ്ങൾ ജാവ അല്ലെങ്കിൽ അത്തരം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഈസ് എ ഗെറ്റർ, വാട്ട് ഈസ് എ സെറ്റർ എന്നൊക്കെ ഉണ്ടാവും. ദിസ് ഈസ് നോട്ട് എ മെത്തേഡ്, ദിസ് ഈസ് ആക്ച്വലി എ ഗെറ്റർ. ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഗെറ്റർ ആൻഡ് സെറ്റർ ലേറ്റർ ഇൻ ദിസ് ക്ലാസ്. സോ നെയിം ഡോട്ട് റൺ ടൈം ടൈപ്പ് വിളിച്ചു, ആൻഡ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ വന്നാൽ എനി ഒബ്ജക്ട് ഡോട്ട് ദാറ്റ് റൺ ടൈം ടൈപ്പ് വിൽ ഗിവ് യു ദ ടൈപ്പ് ഓഫ് ദാറ്റ് വേരിയബിൾ. അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് കിട്ടും. ഇപ്പം ഞാനിവിടെ എൻ്റർ ചെയ്തത് എന്താണ്? സ്ട്രിങ് ആണ്, ഒബ്വിയസ്ലി സ്ട്രിങ് ആണ്. ആൻഡ് ലെറ്റ് മീ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഒന്നുകൂടി ഞാൻ റൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ പോകുന്നത് 5 എന്നാണ് ഞാൻ എൻ്റർ ചെയ്തത്. പക്ഷേ ഇവിടെ എന്തായിരിക്കും? ദാറ്റ് ഇസ് എ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുകയാണെങ്കിലോ, പ്രിൻറ്റ്, ഞാൻ ഇതാണ് പറഞ്ഞത്, എൻ്റർ യുവർ ഏജ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? യു നീഡ് എ വേരിയബിൾ ടു സ്റ്റോർ ദാറ്റ് ഏജ്. നോർമലി നേരത്തെ നമ്മൾ ഇത്ര എഴുതിയിട്ടുള്ളൂ, ഇത് എഴുതിയിട്ടില്ല, ഇത്ര എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇയാൾ ഒരു നമ്പർ എൻ്റർ ചെയ്യും. ആ നമ്പർ നമുക്ക് ഇപ്പോൾ 50 അല്ലെങ്കിൽ 30, 35 എന്ന് എൻ്റർ ചെയ്താൽ അത് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ ഏജ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ആൻഡ് വി നീഡ് ടു ഡു സം കാൽക്കുലേഷൻസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കീബോർഡിൽ നിന്നും വരുന്ന എല്ലാതും എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. യു കാൺ സ്റ്റോർ എ സ്ട്രിങ് ഇൻ എ ഇൻറ്റീജർ വേരിയബിൾ. ഇൻറ്റീജർ ടൈപ്പിലുള്ള ഒരു വേരിയബിളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സ്ട്രിങ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മളുടെ പാഴ്സിംഗ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കീബോർഡിൽ നിന്നും ആൾ എൻ്റർ ചെയ്ത സാധനത്തെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റ് ഡോട്ട് പാഴ്സ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ, ആൻഡ് ഇവിടെ നൾ ഓപ്പറേറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഇൻ ഡിസ്കസ്ഡ് അബൌട്ട് നൾ സേഫ്റ്റി. നൾ സേഫ്റ്റിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. റൈറ്റ് നൗ ഇതെന്താണെന്നുള്ള കാര്യം, ദിസ് ഇസ് നൾ അവെയർ ഓപ്പറേറ്റർ ആണ്. ആൻഡ് എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ആസ് എ പ്രോഗ്രാമർ നിങ്ങളുടെ കോഡിനകത്ത് എററൊന്നുമില്ല, യു ക്യാൻ റൺ യുവർ പ്രോഗ്രാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരും. ഇപ്പോൾ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള കാര്യം പിന്നീട് നമ്മൾ നൾ സേഫ്റ്റി പഠിക്കുമ്പോൾ പറയും. ഇപ്പം ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്തു. ആൻഡ് നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഒബ്വിയസ്ലി നെയിം എൻ്റർ ചെയ്തു. ഏജ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഒന്നും എൻ്റർ ചെയ്താൽ ഒരു എൻ്റർ അടിച്ചു. ഐ ഡോണ്ട് ഹാവ് എനി വാല്യൂ. ഒരു വാല്യൂ ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ്
ദ വാല്യൂ ഈസ് റൈറ്റ് നൗ നൾ. പക്ഷേ ആസ് എ പ്രോഗ്രാമർ നമ്മുടെ പ്രോഗ്രാമിൽ എററൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ ഇത് ക്രാഷായി. എന്ന് വെച്ചാൽ യൂസർ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് ഒരു എൻ്റർ അടിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രോഗ്രാം ക്രാഷായി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ റൈറ്റ് നോ നമ്മളിപ്പോൾ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതുകൊണ്ട് ഈ ഒരു സിമ്പലിന് പകരം ഞാൻ ഇവിടെ ഇങ്ങനെയാണ് എഴുതുന്നത് വിചാരിക്കുക, ടു സ്ട്രിങ് എന്ന് എഴുതും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റി. ഇനി ഞാനിത് റൺ ചെയ്തു, നേരത്തെ അതേ സെനാരിയോ ഞാൻ ഇവിടെ ഒന്നുകൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഐ ക്യാൻ ഹാവ് ദ നെയിം ഞാൻ എൻ്റർ ചെയ്തു, ഏജ് ഞാൻ എൻ്റർ ചെയ്തില്ല, പ്ലസ് അടിച്ചു, സ്റ്റിൽ യു ഹാവ് ദാറ്റ് വാല്യൂ. ഇതിനകത്ത് എന്തുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, ഇതിനകത്തേക്ക് ഒരു വാല്യൂ വരുന്നു, ഒരു എം ടി സ്ട്രിങ് വന്നു, അതിനെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒരു നമ്പറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലല്ലോ. ഇപ്പം ഞാൻ 5 എന്ന് അടിച്ചാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രിങ് 5 ആണ് ആക്ച്വലി. ഇപ്പം ഞാൻ കീബോർഡിൽ നിന്നും ഞാൻ ഇവിടെ കാണിച്ചു തരാം, കീബോർഡിൽ നിന്നും ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ 5 എന്നാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക, ആക്ച്വലി 5 ആണ് വരിക. ദാറ്റ് ഈസ് എ സ്ട്രിങ്. നിങ്ങൾക്ക് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, 5നെ നിങ്ങൾക്ക് ഇൻറ്റീജർ ആസ് ഇറ്റ് ഈസ് ഇൻറ്റീജർ ആക്കി മാറ്റാം. അത് എന്തായിരിക്കും, ഇതിൻ്റെ ഇൻറ്റീജർ ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ആ കോഡ്സ് ഒഴിവാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 5 ആയിരിക്കും. ഇപ്പോൾ 25 ആണെങ്കിൽ 25 ആയിരിക്കും, സ്ട്രിങ് 25 ഇങ്ങോട്ട് മാറ്റി. ആ സമയത്ത് 2.5 ആണെന്ന് വിചാരിക്കുക, 2.5 ആണെങ്കിലും ഇവിടെ എറർ അടിക്കും. ഐ വിൽ ഷോ യു ദാറ്റ്. ആൻഡ് ഇവിടെ ഞാൻ പഴയ പോലെ ആക്കുന്നുണ്ട്, നമ്മളുടെ ഇതേപോലെ ആക്കി. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ കുറേ സെനാരിയോസ് ഉണ്ട് ഇവിടെ. ഒന്ന് വാല്യൂ ഇല്ലാത്ത സെനാരിയോ, ആൻഡ് ഞാൻ വാല്യൂ എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ എൻ്റർ ചെയ്തു, ഇവിടെ ഞാൻ 28.5 എന്നാണ് എൻ്റർ ചെയ്തത്. സ്റ്റിൽ യു ഹാവ് എറർ. ബിക്കോസ് ഈ എററിന് കാരണം വാല്യൂ ഇല്ലാത്തതൊന്നുമല്ല, ഇവിടുത്തെ കാരണം ഫോർമാറ്റ് എക്സെപ്ഷൻ ആണ്. ദാറ്റ് മീൻസ് 28.5 എന്നുള്ളതിന് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്ക്, ആ സ്ട്രിങ്ങിന് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, യു കാൺ ഫൈൻഡ് ആൻ ഇക്വലൻ്റ് ഇൻറ്റീജർ. അതിനെ ആസ് ഇറ്റ് ഈസ് നമ്മൾ എന്താണ് ചെയ്യുക, ഇൻറ്റീജർ ആക്കി മാറ്റുകയാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, എറർ അടിച്ചത്. അപ്പോൾ ഇത്തരം എറേഴ്സിനൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ റൈറ്റ് നൗ നമ്മൾ അത്തരം എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, കീബോർഡിൽ നിന്നും എങ്ങനെ ഇൻപുട്ട് വാങ്ങാം. അത് എന്തായിരിക്കും, നമ്പേഴ്സ് ആണ് എൻ്റർ ചെയ്യാൻ പറയുന്നതെങ്കിലും അത് സ്ട്രിങ് ആയിരിക്കും അതിൻ്റെ ടൈപ്പ്. നമ്മൾ എക്സ്ക്ലൂസീവ്ലി എന്ത് ചെയ്യണം, അതിനെ നമുക്ക് ആവശ്യമുള്ള ടൈപ്പിലേക്ക് പാഴ്സ് ചെയ്തെടുക്കണം. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻപുട്ട് ആണെങ്കിലോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഫ്ലോട്ട് വാല്യൂ ആണ്. ഐ നീഡ് ടു എൻ്റർ ദ ഹൈറ്റ് ഓഫ് ദിസ് പേഴ്സൺ, എൻ്റർ ദ ഹൈറ്റ്. ഓക്കെ, ആൻഡ് ഐ നീഡ് എ വാല്യൂ ടു സ്റ്റോർ ദാറ്റ്. ഞാൻ ഉപയോഗിച്ചത് ഡബിൾ വാല്യൂ ആണ്. ഇപ്പോൾ 172.5 എന്ന്, ഇപ്പോൾ എൻ്റെ ഹൈറ്റാണ് ചോദിക്കുന്നതെങ്കിൽ 172.5 എന്ന് ഞാൻ പറയും. അപ്പോൾ അത് ഇയാൾ എൻ്റർ ചെയ്യുന്നത് സ്ട്രിങ് ആയിരിക്കും 172.5 എന്ന്. അതിനെ നമുക്ക് അതിൻ്റെ ആ വാല്യൂസ് ഒന്നും നഷ്ടപ്പെടാണ്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടൊരു ഡബിൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഇൻഡ് ഡോട്ട് പാഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. അതിനെ ആസ് എ വോൾ അതേപോലെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡബിൾ ഡോട്ട് പാഴ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 172, ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ ഇതാണെന്ന് വിചാരിക്കുക, 172.5 എന്നാണ്. കീബോർഡിൽ നിന്ന് വന്നുകൊണ്ട് സ്ട്രിങ് ആയിരിക്കും. അതിന് ഇക്വലൻ്റ് ആയിട്ട് എന്തായിരിക്കും, കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു 172.5. ദാറ്റ് ഈസ് ഡബിൾ. ഇത് ഡബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ?